കൂനൂർ എന്ന് പറയുന്ന ഊട്ടിക്ക് 10 കിലോമീറ്റർ അടുത്തുള്ള കാഴ്ചകൾ തുടരുകയാണ്. നല്ല നല്ല കാഴ്ചകളാണ്. അതായത് ഊട്ടിയിലെ പോലെ തന്നെ പലരും പോകാത്ത ഒരു സ്ഥലമാണ് കൂനൂർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കിടന്നത് അവിടെയാണ്. റൈറ്റിലേക്ക് ഈ റോഡിന് സമാന്തരമായി വീഡിയോ പിടിക്കുമ്പോൾ കാണുന്ന ആ കാഴ്ച കണ്ടോ? ആ മലനിരകളിൽ നിന്ന് മഞ്ഞ്, അതായത് കോട, അത് ഇറങ്ങി ഭൂമിയിലേക്ക് വരുന്നത് കണ്ടോ? തൊട്ടു താഴെ വെയിലാണ്. പല പല കാലാവസ്ഥയാണ്. താഴ്വരയിലൂടെ ബസ് പോകുന്നതും ആ മലയിലൂടെ അങ്ങ് ദൂരെ വാഹനങ്ങൾ പോകുന്നതെല്ലാം നമുക്ക് കൃത്യമായി കാണാം. മല നിന്ന് പുകയാനുണ്ടോ? നമുക്ക് മുമ്പോട്ട് പതുക്കെ നീങ്ങി നോക്കാം. നല്ല നല്ല സീനറി കിട്ടും. ആ വണ്ടി വേണമുണ്ട് ബസ്. അതിൻ്റെ ഉള്ളിലേക്ക് ഉൾഭാഗങ്ങളിലേക്ക് മലഞ്ചെരുവുകളിലേക്ക് ഒതുക്കി നിർത്തി എടുക്കേണ്ട ഒരു ഏരിയയാണ്. ഞാൻ പൈനാപ്പിളിൻ്റെ വിലയെന്ന് ചോദിക്കാം കേട്ടോ. നിങ്ങളത് കൃത്യമായിട്ട് എടുക്കണം. 18 രൂപയാണ് വാഴക്കുളത്ത് പൈനാപ്പിളിൻ്റെ വില. പഴത്തിന് 12 രൂപയാണ് വില. ആ അവസരത്തിൽ ഇന്ന് മെയ് മാസം 7-ാം തീയതി ബുധനാഴ്ച ഞാൻ അറേഞ്ച് ചെയ്ത് പോകുന്നു അല്ലെന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായി കാണും. കൃഷിക്കാർക്ക് എത്രമാത്രം അടിയാണ് ഇടനിലക്കാൻ നൽകുന്നതെന്ന് കാണിക്കാനാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ ആദ്യം പോയി ക്യാരറ്റിൻ്റെ വില ചോദിക്കും, അത് വാങ്ങിക്കും. തുടർന്ന് ഞാൻ പൈനാപ്പിൾ വില ചോദിക്കും. ആ അമ്മയെ ഈ കാറിൻ്റെ അടുത്തേക്ക് വിളിക്കും. അപ്പോൾ നമ്മുടെ ക്യാമറ ഡോറ് തുറന്ന് പുറത്തേക്ക് വരണം കേട്ടോ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ദ ആക്ച്വൽ റേറ്റ് ഓഫ് പൈനാപ്പിൾ ഇൻ കേരള. തുറന്ന വില ഇതെന്നാ വില? 50 രൂപ. ഇത് എടുത്താച്ച് ചോളം വേണമോ? സ്വീറ്റ് കോൺ വേണ്ടേ? മാങ്ങ സ്വീറ്റ് കോൺ വേണമോ? മാങ്ങ. പൈനാപ്പിൾ എவ்வளோ വില? പൈനാപ്പിൾ ഇതാ നല്ല നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കണം. ரொம்ப டேஸ்டா இருக்கும். 150 கட் பண்ணி தருவேன். ரொம்ப டேஸ்டாவே இருக்கும். 1 കിലോ ഇല്ലാത്തതിന് 150. 1 കിലോ ഇല്ല. കിലോയ്ക്ക് എത്രയാ വില? 130 രൂപ. കിലോ 130. ക്ഷേമ കിലോ 150 ഈ ഓരെണ്ണത്തിന് 150, കിലോയ്ക്ക് 130. கட் பண்ணி தான் கொடுத்துட்டு இருக்கோம். பவுல் 50 ரூபாய் தான். അവര് കട്ട് ചെയ്ത് തരും. അപ്പോൾ 150 രൂപ കൊടുക്കണം. ഇതിങ്ങനെ இங்க பாருங்க, இது கட் பண்ணி கொடுத்தானா 4 பவுல் வரும். உங்களுக்கு அப்படியே கொடுக்கறனால 150 ரூபாய் கொடுக்குறேன். അതന്നെ இதுங்களா சுக்கினி கூசான்னு சொல்வீங்களே, அது பீட்ரூட். ഇത് കിലോ എന്നാ വില? 80 രൂപ കേട്ടാ. 80 ரொம்ப ஜாஸ்தி. நீங்க ஊட்டில போய் எல்லா வழி நெடுக கடை இருக்கு, எல்லா கடையில கேட்டு பாருங்க, யாருமே கம்மி இல்லை. இது ரெண்டெண்ணம் தூக்கித்தான். ஏன்னா நாங்க வந்து வாங்கிட்டு வந்து விக்கிறோம் கேட்டா. வீட்டு என்னத்துக்கு நாங்க போய் 50 ரூபாய்க்கு இருக்கு. 50 ரூபாய்க்கு. ഇതൊരു 1/2 കിലോ അല്ല. பெருசா வேணுமா? சமைக்கிறதுக்கு வாங்கி ഇത് മതി. ഇത് പോതും. പൈനാപ്പിൾ 150 എന്നുള്ളത് ഒരു 100 താഴെ തരുമോ? 130 தர வேணாம், அவ்வளோதான் வரும். എന്നാ ഇത് മതി. ഓക്കെ, ഇത് പോതും. അതെ, മൊത്തം എത്ര നോക്കിയേ? അത് 50, ഇത് ഒരു 30. അത് 50, 30, 80, 130. മോളെ കൊടുക്ക. പൈനാപ്പിൾ മേടിക്കണം, അതിന് 130 രൂപയല്ലേ വില. അത് 1 കിലോ ആണെങ്കിൽ 150,
ഇത് 1 കിലോ ആണെങ്കിൽ 150. ഒരെണ്ണമാണെങ്കിൽ 1 കിലോ ഇരിക്കേട്ടാ ഏട്ടാ 1 കിലോ ഇരിക്ക് 1 കിലോയ്ക്ക് 150 വരും അല്ലേ? 150 1 കിലോ ഉണ്ടാവുകൊണ്ട് 150 വേണം. വേണോ? சூப்பர் டேஸ்டா இருக்கு 130 போட்டு எடுங்க காலையில வாங்கிட்டு ஏன் ஏட்டா விட்டுட்டு போறீங்க 130 போட்டு எடுத்து 1 கிலோ இருக்கு காலையில எடுத்துட்டு வேண்டாம் பைனாப்பிள் ரொம்ப വില വലിയ വില 130 പോട്ട് കൊടുங்க ഞങ്ങളുടെ കേരളാവിൽ 80-70 ഉള്ളൂ. അതുകൊണ്ടാണ് പ്രോബ്ലമില്ല. ഞങ്ങൾ കേരളാവിലാണ്. ഇത് கிடைக்காதுல்ல நம்மளுக்கு கிடைக்க மாட்டேங்குது. கேரட்டு கிடைக்க மாட்டேங்குது. அந்த கேரட்டு கிடைக்க மாட்டேங்குது. അവരിതൊക്കെ മുറിയിലാണ്. പക്ഷേ 1 കിലോ പൈനാപ്പിളിൻ്റെ ഏറ്റവും ചെറിയ പൈനാപ്പിളിന് 150 രൂപ. 18 രൂപയ്ക്ക് 15 രൂപയ്ക്ക് കേരളത്തിൽ നിന്ന് പൈനാപ്പിൾ വിൽക്കുന്ന കർഷകനായ ഇത് കണ്ട് എൻ്റെ കിളി പോയി നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ കേട്ടല്ലോ. എല്ലാ കച്ചവടക്കാരോടാണ് ഈ അഭ്യർത്ഥന. ശ്രദ്ധിച്ചോ. കൃഷിക്കല്ല കുഴപ്പം, കൃഷിക്കാർക്കുമല്ല കുഴപ്പം, വിറ്റുപോകില്ലാത്തതുമല്ല കുഴപ്പം. പകരം എന്താണ് കുഴപ്പം? നിങ്ങൾക്കാണ് കുഴപ്പം. നിങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നല്ല ഊട്ടി കാഴ്ചകൾ നമുക്ക് കാണാം. ആ ഏരിയ മൊത്തം ആമ്പളപ്പയ്യനല്ല, പെൺപിളപ്പയ്യൻ. ഞങ്ങളുടെ കേരളാവിൽ 80 രൂപയാണ് പൈനാപ്പിളിന് വില ഉള്ളൂ. നിങ്ങളിവിടെ കിലോ 100 തെരിയുമാ? ഇവിടെ 150 രൂപ എന്ന് പറയുമ്പോൾ കേരളാവിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ഇരിക്കും. അത്ര ദൂരം വരുമ്പോൾ അതിന്റെ ചെലവ് വരും ഞങ്ങൾക്കറിയാം. വിൽക്കണം. ഓക്കെ, നല്ല വീഡിയോ ആയിട്ട് കാത്തിരിക്കാം. ഓക്കെ, ഗുഡ് ബൈ.